വിശദമായ വാർത്തയിലേക്ക്. മദ്യശാലകൾ പൂട്ടിക്കിടന്നാൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെ മന്ത്രി. മദ്യശാലകൾ ഗണ്യമായ ഭാഗം അടച്ചുപൂട്ടേണ്ടി വന്നത് മദ്യത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തെ വളരെ ഗണ്യമായിട്ട് ബാധിക്കും. 4000-നും 5000-നും കോടി രൂപയ്ക്ക് ഇന്നത്തെ നില തുറന്നാൽ സംസ്ഥാനത്തിന് വരുമാന നഷ്ടമുണ്ടാകും. ക്യാബിനറ്റാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ഞാനിപ്പോൾ അതിന്റെ വകുപ്പ് മന്ത്രി പോലുമല്ല. ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇത് പരിഹരിച്ചില്ലെങ്കിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതം സൃഷ്ടിക്കും. എന്നുവെച്ചാൽ ഇത്ര വലിയ തുക നമുക്ക് ഒരു വിധത്തിലും വേറെ വഴി കണ്ടുപിടിക്കാൻ പറ്റും. പാതയോരത്തെ മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കണമെന്ന സുപ്രീം കോടതി വിധി പൂർണ്ണമായും നടപ്പാക്കാൻ കേരളം സാവകാശം ചോദിക്കും. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മദ്യഷാപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. സുപ്രീം കോടതി വിധി പൂർണ്ണതോതിൽ നടപ്പാക്കുന്നതിന് സാവകാശം ആവശ്യപ്പെടും. തുടർ നടപടികൾക്കായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിനെ ചുമതലപ്പെടുത്തി. സുപ്രീം കോടതിയെ സമീപിക്കാൻ ശ്രമിക്കുക. നമുക്ക് സാവകാശം വേണം. എടുത്തുചാടി പറ്റില്ല. ഒരു 3 മാസമെങ്കിലും മിനിമം വേണം. അത് നമ്മൾ ചോദിക്കുകയാണ്. സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ്. എന്നാൽ ബീവറേജസ് ഔട്ട്ലെറ്റുകൾക്കെതിരെ ചിലയിടങ്ങളിൽ നടക്കുന്ന സമരങ്ങൾ ദുരൂഹമാണെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. അതുകൊണ്ട് സ്ഥലം ഒരു പ്രശ്നമല്ല. ജനങ്ങൾക്ക് പ്രശ്നമില്ലാത്തടത്ത് അവർ കണ്ടുപിടിച്ച് വെച്ചോണോ. അതിനെ നിരോധിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്നത് അത് മദ്യപാനത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ദേശീയ സംസ്ഥാന പാതകൾ ജില്ലാ പാതകളാക്കി മാറ്റില്ലെന്നാണ് നിലവിലെ ധാരണ. കള്ളുഷാപ്പ് വഴി വിദേശ മദ്യം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉന്നതതല യോഗത്തിൽ ചർച്ചയായില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പുതിയ ബാറുകൾ തുറക്കാൻ ഇടതു സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ മദ്യ ലോബിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമാണോ ഈ നിലപാടുകളെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. പിന്നെ ബിയറും വൈനും കൊടുക്കുന്നിടത്ത് വിദേശ മദ്യം കൊടുത്താൽ അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പുതിയ ബാറുകൾ അനുവദിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണോ LDFന്റെ നയം എന്നവർ വ്യക്തമാക്കട്ടെ. പുതിയ ബാറുകൾ കേരളത്തിൽ UDF ഗവൺമെന്റ് കാലത്ത് നിർത്തലാക്കിയതാണ്. അപ്പോൾ പുതിയ ബാറുകൾ അനുവദിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണത്. അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയാൻ ഗവൺമെന്റ് തയ്യാറാകണം. സംസ്ഥാനത്ത് മദ്യലോബിയുമായി ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ പുതിയ ബാറുകൾ ആരംഭിക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. മദ്യനയത്തിൽ സർക്കാർ പ്രായോഗിക സമീപനം സ്വീകരിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനെ LDF ഭയപ്പെടുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെന്തോ സർക്കാരിന്റെ പക്കലുണ്ടെന്നും ഉമ്മൻചാണ്ടി മലപ്പുറത്ത് പറഞ്ഞു. ഇപ്പം തന്നെ തീരുമാനം എടുക്കേണ്ട സമയത്ത് എന്താ പറഞ്ഞ് മലപ്പുറം തെരഞ്ഞെടുപ്പാണ്. അപ്പം മലപ്പുറം തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നു, ജനങ്ങളെ ഭയപ്പെടുന്നു. അപ്പം ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തോ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്, മനസ്സിലിരിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് പൊതുവായിട്ട് പറയാനുള്ള ഇതാണ്. ഇപ്പം തന്നെ കേരളത്തിൽ പലയിടത്തും സമരങ്ങൾ നടക്കുക. ഈ സമരങ്ങൾ ഒട്ടും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം. കേരളത്തിൽ മദ്യം തോന്നുംപടി വിളമ്പാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ്. സുപ്രീം കോടതി വിധി മറികടന്ന് ജനങ്ങളെ അപഹസിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് മലപ്പുറത്ത് പ്രതികരിച്ചു. പിന്നെ കള്ള് ഷാപ്പിലൂടെയും മറ്റു സംവിധാനത്തിലൂടെയും റേഷൻ ഷാപ്പിൽ കൂടെ കൊടുക്കാമെന്നാണ് ചില നിർദ്ദേശം വന്നിട്ടുള്ളത്. അത്രയും മദ്യം വ്യാപകമാക്കാനുള്ള ഈ നിലപാട് വാസ്തവത്തിൽ കേരളത്തിലെ പൗരജനങ്ങളുടെ പൗരബോധത്തെ തന്നെ അപഹസിക്കുന്ന നിലപാടാണ്. വളരെ മോശമായ നിലപാടിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതിനെതിരെ അതിശക്തമായ നിലപാട് UDFും അതുപോലെ എല്ലാ പാർട്ടികളും ഈ മദ്യ വിലക്കിന് വേണ്ടി നിർവഹണത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാ കക്ഷികളെയും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ സമരപരിപാടിയിലേക്ക് പോകാനാണ് മുസ്ലിം ലീഗ് പാർട്ടിയും ആഗ്രഹിക്കുന്നത്. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി. വിജിലൻസിനെ നിയന്ത്രിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് പുറത്തുവന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ചാനലുകളുടെ നടപടി നിരുത്തരവാദപരമാണെന്ന് നിരീക്ഷിച്ചു. ഏതു സാഹചര്യത്തിലാണ് തെറ്റായ വാർത്ത പുറത്തുവന്നതെന്നും കോടതി ചോദിച്ചു. വിജിലൻസ് ഡയറക്ടറെ മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചുവെന്ന മാധ്യമ വാർത്തകൾ സംബന്ധിച്ച് മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി പരാമർശിച്ചത്.
വിജിലൻസിനെ നിയന്ത്രിക്കണമെന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരുന്നതെന്ന് ജസ്റ്റിസ് പി ഉബൈദ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഒരു ചാനൽ വാർത്ത ആഘോഷമാക്കിയെന്ന് കോടതി കുറ്റപ്പെടുത്തി. വാദത്തിനിടെ വിജിലൻസിനെ തിരുത്താനും നിയന്ത്രിക്കാനുമായി ചില പരാമർശങ്ങൾ നടത്തുക മാത്രമാണ് കോടതി ചെയ്തത്. എന്നാൽ തെറ്റായ വാർത്തകളാണ് പുറത്തുവന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്നതെന്നും കോടതി ചോദിച്ചു. തെറ്റിദ്ധാരണ പരത്തും വിധമാണ് ചാനലുകൾ വാർത്ത നൽകിയത്. ചാനലുകളുടെ ഈ നടപടി നിരുത്തരവാദപരമാണെന്ന് ജസ്റ്റിസ് പി ഉബൈദ് നിരീക്ഷിച്ചു. അനുചിതവും അനാരോഗ്യകരവുമായ സമീപനമാണിത് എന്നും കോടതി പറഞ്ഞു. കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ ചാനലുകൾ സംപ്രേഷണം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടറായിരിക്കെ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചും അതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടും കോൺഗ്രസ് നേതാവ് സത്യൻ നരവൂർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ജേക്കബ് തോമസിനെതിരെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടുള്ളതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പ്രസ്തുത റിപ്പോർട്ടിന്മേൽ 3 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ച് കോടതി ഹർജി തീർപ്പാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മറൈൻ ഡ്രൈവിലെ ശിവസേനയുടെ സദാചാര ഗുണ്ടായിസം ആസൂത്രിതമെന്ന് പോലീസ്. പിടിയിലായ പ്രതികൾ മംഗളം ലേഖകനെതിരെ മൊഴി നൽകിയതായി പോലീസ് ലേഖകന് നോട്ടീസ് നൽകി. മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം. മംഗളം കൊച്ചി ബ്യൂറോയിലെ മിഥുൻ പുല്ലുവഴിക്കാണ് നോട്ടീസ്. മംഗളം ലേഖകന്റെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചിരുന്നു. സാലി മൂമോ ചേരുന്നു. സാലി, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ സംഭവത്തെ തുടർന്ന് പിടിയിലായ ശിവസേന പ്രവർത്തകരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഗൂഢാലോചന സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. മാത്രമല്ല, ഈ ഗൂഢാലോചനയിൽ ചില മാധ്യമപ്രവർത്തകർക്കും പങ്കുണ്ട് എന്ന സൂചനയും പോലീസിന് ലഭിച്ചു. പ്രതികളുടെ മൊഴിയിൽ ചില മാധ്യമപ്രവർത്തകരുടെ പേരുകളും പരാമർശിക്കപ്പെടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്ന് ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മംഗളം ലേഖകന് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷൻ മുമ്പാകെ ഹാജരായി മൊഴി നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോട്ടീസ് ലഭിച്ച പെരുമ്പാവൂർ പുല്ലുവഴി സ്വദേശിയായ മിഥുൻ ഇപ്പോൾ മംഗള ദിനപത്രത്തിലെ കൊച്ചി ബ്യൂറോയിലെ ലേഖകനാണ്. നമുക്കറിയാം, മാർച്ച് 8-നായിരുന്നു മറൈൻ ഡ്രൈവിൽ ശിവസേന പ്രവർത്തകർ സദാചാര പോലീസ് ചമഞ്ഞഴിഞ്ഞാടിയത്. മറൈൻ ഡ്രൈവിൽ വിശ്രമിക്കാനെത്തിയവരെ ഒരു സംഘം ചൂരലിനടിച്ച് ഓടിക്കുകയായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധം സംഭവത്തെ തുടർന്നുണ്ടായി. അതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിക്കുകയും ചെയ്തു. സംഭവം ആസൂത്രണം ചെയ്ത് ശിവസേന പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയായിരുന്നു ചില മാധ്യമപ്രവർത്തകർ എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മംഗളം ലേഖകന് പോലീസ് നോട്ടീസ് നൽകിയത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹണി ട്രാപ്പ് വിവാദത്തിൽ മംഗളം CEO അജിത് കുമാർ അടക്കം 8 പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. അതിനിടെ തന്റെ ലാപ്ടോപ്പും മൊബൈലും കാണാതായെന്ന് കാണിച്ച് അജിത് കുമാർ പോലീസിൽ പരാതി നൽകി. അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനിരിക്കെയാണ് പ്രതികൾ ഹാജരായത്. വാർത്തകളിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിയുടെ മകൻ രവി കൃഷ്ണയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. രാജസ്ഥാനിലെ ആംബുലൻസ് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് നടപടി. സുകിത്സ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് രവികൃഷ്ണ. മറ്റൊരു ഡയറക്ടറായ ശ്വേത മംഗളിന്റെ സ്വത്തുക്കളും കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇവരുടേതായി 11.57 കോടി രൂപയുടെ സ്വത്തുക്കളാണ് പിടിച്ചത്. കണ്ണൂരിലെ BJP പ്രവർത്തകൻ സുശീൽ കുമാർ വധശ്രമ കേസിലെ പ്രതികൾ പിടിയിലായതോടെ BJP SDPI അവിശുദ്ധ ബന്ധം പുറത്തായെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ പറഞ്ഞു. വധശ്രമത്തിനു പിന്നിൽ CPIM ആണെന്നായിരുന്നു BJPയുടെ ആരോപണം. പിടിയിലായ പ്രതികളെല്ലാം SDPI പ്രവർത്തകരാണ്. CPIMനെ എതിരെ വ്യാജ പ്രചാരണം സംഘടിപ്പിക്കുന്നതാണ് BJP ചെയ്തതെന്ന് P ജയരാജൻ ചൂണ്ടിക്കാട്ടി. ആക്രമണത്തിനിരയായ സുശീൽ കുമാറിന്റെ വീടും P ജയരാജൻ സന്ദർശിച്ചു. ഈ തളാപ്പിൽ കുറച്ച് ദിവസം മുമ്പാണ് BJP നേതാവ് സുശീൽ കുമാറിന് നേരെ മാരകമായിട്ടുള്ള ഒരാക്രമണം നടന്നത്. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം CPMൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് RSS നീക്കം നടത്തിയത്. ആ നീക്കം, ആ കേസിൽ 3 SDPI പ്രവർത്തകന്മാരെ ഇന്ന് അറസ്റ്റ് ചെയ്തതോട് പൊളിഞ്ഞിരിക്കുകയാണ്. നുണപ്രചരണം നടത്തുക എന്നത് RSSന് നല്ല മെയ്വഴക്കമുള്ള കാര്യമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരെ രക്ഷിക്കുക എന്ന കാര്യമാണ് നടന്നിട്ടുള്ളത്. ഇത്തവണ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാർ. സമവായമുണ്ടായെങ്കിൽ മാത്രമേ അതിരപ്പിള്ളി പദ്ധതി നടപ്പിലാക്കൂ എന്നും മന്ത്രി M.M. മണി പറഞ്ഞു. കായംകുളം താപവൈദ്യുത നിലയം നടത്തിക്കൊണ്ടുപോകണോ എന്നത് പരിശോധിക്കണമെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളത്തെ ഈ മാസം പ്രഖ്യാപിക്കും. വരൾച്ചയിൽ അണക്കെട്ടുകളിൽ നിന്ന് 30% താഴെ മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്.
70% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി ഇത്തവണ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമം. 200 മെഗാവാട്ട് വൈദ്യുതി കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പുതുതായി ടെൻഡർ വച്ച കാറ്റാടി നിലയങ്ങളിൽ നിന്ന് 100 മെഗാവാട്ട് വൈദ്യുതി നൽകാമെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ സംസ്ഥാനത്തിന് ഉറപ്പു നൽകി. വൈദ്യുതി ഉൽപ്പാദനം ഇല്ലാതിരുന്നിട്ടും കായംകുളം താപവൈദ്യുതി നിലയത്തിന് KSEB നൽകുന്ന വാർഷിക സ്ഥിരവില 293 കോടി രൂപയായി കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടിയത് പിൻവലിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം എന്നാൽ കേന്ദ്രം തള്ളി. കായംകുളം താപവൈദ്യുതി നിലയം നടത്തിക്കൊണ്ടു പോകണമോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ വൈദ്യുതി മന്ത്രി M. മണിയെ അറിയിച്ചു. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ഏകപക്ഷീയമായി നടപ്പാക്കില്ലെന്ന് M. മണി പറഞ്ഞു. ആതിരപ്പള്ളി സമവായം ഉണ്ടായാൽ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സമവായം ഇല്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എല്ലാവരും ഉണ്ട്, പ്രതിപക്ഷമുണ്ട്, ഭരണപക്ഷമുണ്ടെന്ന് വെച്ചു. ആതിരപ്പള്ളി ഇടതുമുന്നണിയുടെ പൊതുമിനിമം പരിപാടിയല്ലെന്നും M. മണി കൂട്ടിച്ചേർത്തു. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളത്തെ ഈ മാസം പ്രഖ്യാപിക്കും. 124 മണ്ഡലങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുവെന്നും മറ്റു മണ്ഡലങ്ങളിലെ നടപടികൾ ഈ മാസം പൂർത്തിയാക്കുമെന്നും വൈദ്യുതി മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തലശ്ശേരി ഫസൽ വധക്കേസിൽ CBIക്ക് കോടതി നോട്ടീസ് അയച്ചു. തുടരന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ നൽകിയ ഹർജിയിലാണ് CBI കോടതിക്ക് നോട്ടീസ് അയച്ചത്. കൊലപാതകത്തിനുള്ള പങ്ക് ഏറ്റുപറഞ്ഞ RSS പ്രവർത്തകൻ മൊഴി നൽകിയ സാഹചര്യത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. CPIM നേതാക്കളെ പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കെയാണ് കൊലപാതകത്തിൽ RSSന്റെ പങ്ക് പുറത്തുവന്നത്. NDF പ്രവർത്തകനായ ഫസലിന്റെ കൊലപാതകത്തിന് പിന്നിൽ തങ്ങളാണെന്ന RSS പ്രവർത്തകന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് ഫസലിന്റെ സഹോദരൻ CBI കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ഇക്കാര്യത്തിൽ CBIക്ക് നോട്ടീസ് അയച്ചു. പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തിയോ, നടത്തിയെങ്കിൽ അന്വേഷണ പുരോഗതി അറിയിക്കുക എന്നാണ് കോടതി CBIയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. RSS പ്രവർത്തകനായ സുബീഷാണ് ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്ന് പോലീസിന് മൊഴി നൽകിയത്. മോഹൻ വധക്കേസിൽ അറസ്റ്റിലായി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു നിർണായക വെളിപ്പെടുത്തൽ. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഒരു പ്രചാരക്, ഡയമണ്ട് മുക്കിലെ RSS നേതാക്കളായ ശശി, മനോജ് എന്നിവരും താനും ഉൾപ്പെട്ട സംഘമാണ് ഫസലിനെ കൊന്നതെന്നായിരുന്നു മൊഴി. ഈ മൊഴി പോലീസ് വീഡിയോയിൽ പകർത്തി സൂക്ഷിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് CJMനും കേസന്വേഷിക്കുന്ന CBIക്കും കേരള പോലീസ് മൊഴിയുടെ പകർപ്പും കൈമാറി. എന്നാൽ പുതിയ വെളിപ്പെടുത്തൽ അടിസ്ഥാനമാക്കി ഒരന്വേഷണവും നടത്താൻ CBI തയ്യാറായിരുന്നില്ല. CPIM നേതാക്കളെയും പ്രവർത്തകരെയും പ്രതികളാക്കി CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. CPIM നേതാക്കളായ കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ എന്നിവരെ 7ഉം 8ഉം പ്രതികളാക്കിയായിരുന്നു കുറ്റപത്രം. കുറ്റം ഏറ്റുപറഞ്ഞ് RSS പ്രവർത്തകൻ മൊഴി നൽകിയിട്ടും RSSകാരെ പ്രതികളാക്കാനോ അറസ്റ്റ് ചെയ്യാനോ CBI തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ട ഫസലിന്റെ സഹോദരൻ കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. 6 ദിവസമായി തുടരുന്ന ചരക്ക് ലോറി സമരത്തിൽ നിന്നും സംസ്ഥാന ലോറി ഓണേഴ്സ് ഫെഡറേഷൻ പിന്മാറി. ഉത്സവ സീസൺ കണക്കിലെടുത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പിന്മാറ്റമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം ലോറി വാടക ഈ മാസം മുതൽ വർദ്ധിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. പാലക്കാട് ചേർന്ന കേരള ലോറി ഓണേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ചരക്ക് ലോറി സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. വിഷു, ഈസ്റ്റർ ഉത്സവ സീസൺ കണക്കിലെടുത്ത് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് സമരത്തിൽ നിന്നുള്ള താൽക്കാലിക പിന്മാറ്റമെന്ന് നേതാക്കൾ അറിയിച്ചു. ഈ സമരം കേരളത്തിലെ ജനങ്ങളെ ഈ ഉത്സവ കാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് ഈ സമരം ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി വീണ്ടും ഒരു കമ്മിറ്റി കൂടി ആലോചിച്ച് ഇനിയൊരു തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ സമരം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഞങ്ങൾ തീരുമാനിക്കുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സമരം നടന്നിരുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രശ്നത്തിൽ രാജ്യവ്യാപക സമരം നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന കാര്യം ആലോചിക്കും. ഇൻഷുറൻസ് വർധനവിന് ആനുപാതികമായി ചരക്ക് ലോറി വാടക വർദ്ധിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. ഏപ്രിൽ 30-നകം വർധനവ് നടപ്പാക്കും. ഇൻഷുറൻസ് വർധനവ് നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏപ്രിൽ 30-നകം മുഴുവൻ ജില്ലകളിലും ആനുപാതികമായി ചരക്ക് ലോറികൾക്കുള്ള വാടക വർധനവ് നടപ്പിലാക്കാൻ എല്ലാ ജില്ലാ ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലാ ഘടകങ്ങൾ ആ സ്ഥലങ്ങളിൽ ഏത് തരത്തിലാണോ വാടക സംവിധാനം പുനഃക്രമീകരിക്കുന്നത് അതേ പ്രകാരം ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇൻഷുറൻസിന്റെ വർധനവ് അതുമായി തന്നെ അനുബന്ധ ഘടകങ്ങൾക്കുണ്ടാകുന്ന വർധനവിന് ആനുപാതികമായിക്കൊണ്ട് ഒരു ചരക്ക് വാടക വർധനവ് നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ലോറി ഓണേഴ്സ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്.
തമിഴ്നാട് സർക്കാരിനെ മാതൃകയാക്കി മോട്ടോർ വാഹന നികുതി വർധനവിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേനൽ കടുത്തതോടെ കണ്ണൂർ പയ്യന്നൂരിലെ പ്രശസ്തമായ കാനായി കാനയിലെ നീരൊഴുക്കും നിലച്ചു. ഇതാദ്യമായാണ് ചെങ്കൽ കുന്നുകൾക്കിടയിൽ നിന്ന് ഉറവയെടുക്കുന്ന ഈ അരുവി വറ്റിയത്. അനിയന്ത്രിതമായി നടന്ന ചെങ്കൽ ഖനനമാണ് കാനയിലെ നീരുറവ ഇല്ലാതാക്കാൻ കാരണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. കടുത്ത വേനലുകളിലും കുത്തിയൊഴുകിയിരുന്ന കാനായിക്കാനം ഈ വർഷത്തെ വേനലിൽ വറ്റിവരണ്ടു തുടങ്ങിയിരിക്കുന്നു. പതിവിന് വിപരീതമായ അനുഭവമാണ് ഈ വർഷം കാനായിക്കാനയ്ക്കുണ്ടായിട്ടുള്ളതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പയ്യന്നൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പ്രശസ്തമായ ജൈവ വൈവിധ്യ സമ്പുഷ്ടമായ കാനായിക്കാന. നല്ല വേനലിൽ പോലും നീരുറവയാൽ സമൃദ്ധമായിരുന്നു ഈ അരുവി. ചുറ്റും ചെങ്കൽ കുന്നുകൾ നിറഞ്ഞ പ്രദേശമാണിത്. ചെങ്കൽ പാളികൾക്കിടയിൽ നിന്നും അടിയൊഴുക്കായി എത്തുന്ന വെള്ളമാണ് കാനയിലെ നീരുറവകൾ. ചെങ്കൽ ഖനനത്തെ തുടർന്നാണ് നീരുറവകൾ നിലച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നമ്മളെ ഈ പ്രദേശത്തിന്റെ ആയിരക്കണക്കിന് ജനങ്ങളെ കുടിവെള്ള സ്രോതസ്സാണ് കാനായിക്കാനം. കാനായിക്കാനത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥക്ക് കാരണം കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് ഈ കാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള ചെങ്കൽ ഖനനം, അതുപോലെ മണ്ണ്, ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് ഒരു ദിവസം ഈ നമ്മുടെ സമീപപ്രദേശത്ത് നിന്ന് കൊണ്ടുവന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കാനായിക്കാനയ്ക്ക് ചുറ്റുമുള്ള ചെങ്കൽ ഖനനം അധികൃതർ നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് ചെങ്കൽ വ്യവസായ മേഖലയിൽ പുതുതായി ഒരു പ്രതിസന്ധിയും രൂപം കൊണ്ടിട്ടുണ്ട്. അമിതമായ പ്രകൃതി ചൂഷണം സമ്മാനിച്ചതാണ് കാനായിക്കാനത്തിന്റെ ഈ ദുരവസ്ഥ. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം സണ്ണി ജോസഫ്. വീഗാലാൻഡ് ഡെവലപ്പേഴ്സിന്റെ പുതിയ ലോഗോ പ്രകാശനം നടന്നു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പിന്നണി ഗായകൻ ജി വേണുഗോപാൽ പുതിയ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ജി വേണുഗോപാൽ അഭിനയിച്ച പുതിയ 4 പരസ്യചിത്രങ്ങളുടെ പ്രകാശനം ഷീല കൊച്ചൗസേപ്പ് നിർവഹിച്ചു. ചടങ്ങിൽ വിഗാർഡ് ഗ്രൂപ്പ് ചെയർമാൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പിള്ളി, മിഥുൻ ചിറ്റിലപ്പിള്ളി, പ്രിയ അരുൺ ചിറ്റിലപ്പിള്ളി എന്നിവരും പങ്കെടുത്തു.